പെണ്ണായാതി അത്. ആർക്കും അപകടവും അങ്ങനെ സംഭവമൊന്നുമില്ല. മഴ കാരണം ലീവ് വെച്ചാൽ അതിന്റെ പിറ്റേന്ന് വെയിലായിരിക്കും. കാക്ക വിളിച്ച എങ്ങനെ കൊക്കാണ്, കൊക്ക് വിളിച്ചാലല്ലേ കൊക്കാവും. പക്ഷെ അവർക്കൊന്നും ഒന്നും പറ്റിയിട്ടില്ല. അല്ല നൻപണ്ട. നല്ല ദിവസമാണോന്ന് ചോദിച്ചാൽ നല്ല ദിവസമൊന്നുമല്ല. ഹേ ഗൈസ്, ഞാൻ ഇപ്പോൾ ഒരു ചായ ഒക്കെ കുടിക്കാൻ പോയി. കുറഞ്ഞ ഗൈസ് എൻ്റെ ആച്ചി വന്ന് എന്നെ ചായ കുടിപ്പിക്കാൻ കൊണ്ടുപോയി. ഞാൻ പൈസ കൊടുക്കാൻ ഇങ്ങനെ സ്കാനറായിട്ട് കൊണ്ടുപോയപ്പോഴേ അവൻ എൻ്റെ പുറകെ ഇങ്ങനെ പിടിച്ചിട്ടേ അവിടെ ഞാൻ പൈസ കൊടുത്തു. എന്തോ ഒരു ഫീലെന്ന് അറിയുക ഗൈസ്. അത് ഭയങ്കര ഒരു ഫീല്. ഞാൻ ഓർത്ത് ഞാൻ കൊടുക്കൂന്നാണ് എന്ന് പറഞ്ഞാൽ, എന്നാ പിന്നെ ഞാൻ കൊടുത്തേക്കാന്ന് പറഞ്ഞ് ഇങ്ങനെ പോയപ്പോൾ അവിടെ ഞാൻ ഓൾറെഡി കൊടുത്തായിരുന്നു. നൻപണ്ട എണീക്കാനാ? എങ്ങോട്ട്? എന്നാ വെട്ടിത്തരൂല, മുടിയൊന്നും വെട്ടാൻ പറ്റൂല. തണുപ്പ് വീക്കിരി നിന്റെ കാലില്. മാമച്ചി മുടി ചൂടാക്കി തരട്ടെ? ചൂടാക്കി തരാം. ബാ എനിക്ക് സ്വിച്ച് നടന്നടാ. അടിച്ചു പോയാ വീക്കിരി. കുണ്ടിയിലടിക്കാം. ഇങ്ങോട്ട് നോക്കി മേക്കിരി, ഇങ്ങോട്ട് നോക്ക. ഗേസ്, ഞാൻ അങ്ങനെ പള്ളി പോവുകയാണ് ഗേസ്. ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, പള്ളി പോവാം. ഇന്ന് ലീവാണ് ഗേസ്, ഇടുക്കിക്ക് ലീവാണ് ഗേസ്. മഴ ഇന്നലെ ഭയങ്കര മഴയായിരുന്നു, അതുകൊണ്ട് ലീവായിരുന്നു. പക്ഷെ ഇന്ന് മഴയില്ല, അതാണ് പ്രത്യേകത. ഇവിടെ ലീവുള്ള ദിവസം മഴ ഉണ്ടാവില്ല. മഴ കാരണം ലീവ് വെച്ചാൽ അതിൻ്റെ പിറ്റേന്ന് വെയിലായിരിക്കും. ഇന്ന് വലിയ മഴയൊന്നും ഇല്ല. എന്താലേ പൊങ്ങിയിരിക്കണല്ലോ. കാക്ക വിളിച്ചാ കൊക്കാവോ? കാക്ക വിളിച്ച എങ്ങനെ കൊക്കാണ്? കൊക്ക് വിളിച്ചാലല്ലേ കൊക്കാവോ? ഗൈസ്, ആച്ചിക്ക് എന്താണ്, ആച്ചി ഇപ്പോഴത്തെ ജനറേഷനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? പറഞ്ഞു ഉണ്ട പോട്ടെ. ആച്ചിയുടെ വരുംകാല ഭാര്യ എങ്ങനെ ഇരിക്കണം പറഞ്ഞു. നാണം അയ്യട്ടാ, നാണം ഇല്ലാത്തവന് നാണം. ആച്ചി പറ, ആച്ചി നിനക്ക് എങ്ങനത്തെ ഉള്ള ഒരു വൈഫിനെയാണ് വേണ്ടത്? പെണ്ണായാതി അത്. പെണ്ണായാതി ആച്ചിക്ക്, വേറെ ഒന്നും വേണ്ട. പെണ്ണായാതി. എറണാകുളത്ത് നമ്മൾ എറണാകുളത്ത് പെണ്ണാണോ ആണാണോ നമ്മൾ തിരിച്ചറിയാൻ പറ്റുന്നില്ല. കഴിഞ്ഞ നമ്മൾ പോയപ്പോ കണ്ടല്ല ചിറ പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞെത്തി. തുഴഞ്ഞെത്തിയ എവിടെ എത്തി? ഫ്ലവർ ഇൻ ദ സ്റ്റോൺ. നമ്മുടെ വീട്ടില് ഓപ്പോസിറ്റ് ആണെങ്കിൽ ഒരു വീടുണ്ട്. അപ്പൊ ആ വീട്ടിലോട്ട് ഒരു മരം മറിഞ്ഞു വീണിട്ടുണ്ട് ഗൈസ്. നമ്മുടെ പറമ്പിൽ നിന്നാണ് മറിഞ്ഞു വീണേ. അവിടെ ആർക്കും അപകടവും അങ്ങനെ സംഭവമൊന്നുമില്ല. ജസ്റ്റ് ആ മരം ഒന്ന് വീണ് അവരുടെ വീടിന്റെ മേളിലോട്ട് വീണിട്ടുണ്ട്. അതുപോലെ തന്നെ പോസ്റ്റും മറിഞ്ഞു വീണിട്ടുണ്ട്. ആ മരം വീഴുമ്പോണ്ടല്ലോ, ആ പിള്ളേര് ആ സിറ്റ് ഔട്ടിൽ നിൽക്കണ്ടായിരുന്നു. പക്ഷെ അവർക്കൊന്നും ഒന്നും പറ്റിയിട്ടില്ല. അൽഹംദുലില്ലാ. ഗൈസ്, നമ്മുടെ പറമ്പിലാണ് മരം നിൽക്കണത്. അപ്പം ഇങ്ങനെ വീണ് ഞാൻ കാണിച്ചിട്ട് എന്തായാലും ഒരു മിനിറ്റ്. ഗൈസ്, അപ്പം തന്നെ KCB-കാരൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം എല്ലാവരും സംഭവമൊക്കെ മുറിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. പോസ്റ്റിൻ്റെ ആ സംഭവം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, ആ അറ്റം മുതൽ ഈ അറ്റം വരെയുള്ള ലൈൻ കമ്പി എല്ലാം പൊട്ടിപ്പോയിട്ടുണ്ട്. ആ മരം അങ്ങനെ വീണുകൊണ്ട്. അപ്പം അതെല്ലാം ഇപ്പം KCB-കാരെല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മുമ്പ് മറ്റേ മരം വെട്ടുകാരെ ആളെ വിളിക്കുന്നുണ്ട്. അപ്പം അവരിനി കുറച്ച് കഴിയുമ്പോൾ വരും. ഇപ്പൊ തന്നെ പ്രശ്നങ്ങൾ തീരുന്നതാണ്. വീടിന്റെ സ്വന്തം പറമ്പ വളരെയേറെ അപകടകരമായ രീതിയിൽ കുറെ മരങ്ങൾ നട്ടുവളർത്തിയിരിക്കുന്നു. ഇതിനെതിരെ നമ്മൾ പ്രതിഷേധിക്കേണ്ടതാണ്. ഇവര് പ്രശ്നം അങ്ങനെ പെയ്താണ്. മഴയൊക്കെ ആണെന്ന് എല്ലാവർക്കും അറിയാം ഇടുക്കിയില് നമ്മുടെ ഇവിടെ. പക്ഷേ ഈ അപകടകരമായ മരങ്ങൾ നേരത്തെ മുറിച്ചു മാറ്റേണ്ടത്
സ്ഥലത്തിന്റെ കണ്ടോ കേട്ടല്ലോ. പിള്ളേര് ഇവിടെയാണ് ഗൈസ് നിന്നത്. ആ സിറ്റ് ഔട്ടില്ലേ അവിടെയായിട്ടാണ് നിന്നത്. ഇവിടെ ഈ സൈഡ് അവിടെ നിന്നാണ് ഗൈസ് മരം ഇങ്ങനെ പോകുന്നത്. ഇപ്പം മറ്റേ മരവും കൂടി മുറിക്കാൻ പോവുകയാണ്. ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ സലീക്ക വെട്ടി മരം പിന്നെ വെട്ടാൻ പോവുകയാണ് ഗൈസ്. എന്തെങ്കിലുമൊക്കെ പണി ചെയ്യണമെന്ന് പറഞ്ഞ് പുള്ളി കാണിക്കണതാണ്. ഇത് എന്താണെന്ന് പുള്ളിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നിൽക്കുന്ന വേറെ മരവും കൂടി മുറിക്കാൻ പോവുകയാണ്. അതിൻ്റെ തൊട്ടടുത്തു നിന്നാണ് മറ്റേ മരം വീണത്. അതെല്ലാം വെട്ടി എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത മരം മുറിക്കാൻ പോവുകയാണ്. മറിഞ്ഞ മരത്തിൻ്റെ താഴ്ഭാഗം നോക്കിയപ്പോൾ അത് ഫുള്ള് പോയേക്കുമായിരുന്നു ഗൈസ്. മറ്റേ പൊള്ളയായിട്ടുണ്ടായിരുന്നത് ഫുള്ള് ഗൈസ്. പിന്നെ ഞാൻ ഇതിൽ കൂടെ ചുമ്മാ ഇങ്ങനെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചുമ്മാ നോക്കി നടക്കുമായിരുന്നു, ആൾക്കാർ പണിയുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി. ഈ പുള്ളി വെട്ടിക്കഴിഞ്ഞില്ല ഗൈസ്, കുറേ നേരമായി. അങ്ങനെ നമ്മൾ മരത്തെ വലിക്കാൻ പോകണം ഗൈസ്. അപ്പോൾ വാപ്പിച്ചാണ് അത് പിടിച്ചിരിക്കണത്. അപ്പോൾ ആ മരമാണ് നമ്മൾ നമ്മുടെ ഏലം കുറച്ചധികം പോയി ഗൈസ് ഈ മരം കാരണം. പക്ഷേ സാരമില്ല, നമുക്ക് ഏലമല്ല മുഖ്യം, നമുക്ക് ജീവനാണ് മുഖ്യം, നമുക്ക് സേഫ്റ്റിയാണ് ആദ്യം മുഖ്യം ഗൈസ്. അങ്ങനെ രാത്രിയൊക്കെ ആയപ്പോൾ ഗൈസ് KCBക്കാർ മറ്റേ പോസ്റ്റൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പോസ്റ്റ് വയ്ക്കാനായിട്ട് അവർ രാത്രി പണിയുകയാണ് ഗൈസ്. അപ്പം പോസ്റ്റൊക്കെ വെച്ച് കഴിഞ്ഞു ഗൈസ്. അങ്ങനെ എല്ലാം കഴിഞ്ഞു ഗൈസ്. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ നല്ല ദിവസമാണോ എന്ന് ചോദിച്ചാൽ നല്ല ദിവസമൊന്നുമല്ല, എന്നാലും കുഴപ്പമില്ല. എന്താ പറയുക, മഴയൊക്കെയാണ്, മഴയും ഇതൊക്കെയാണ്, ഇടുക്കിയാണ്, ആണ് പ്രത്യേകത. പോസ്റ്റൊക്കെ വെച്ച് കഴിഞ്ഞു. അങ്ങനെ കറണ്ട് ഇത്ര നേരം ഉണ്ടായിരുന്നു കേസ്, ഇപ്പം പോയി. ഇത്ര പോസ്റ്റ് വെച്ച് കഴിഞ്ഞിട്ടും പിന്നെയും പോയി കേസ്. പോസ്റ്റ് വെച്ച് കഴിഞ്ഞിട്ട് ഒന്ന് വന്നായിരുന്നു, അവിടെ പിന്നെയും പോയി. എന്തുവാടേ ഇത്?